Hi everyone, welcome to the chapter chemical bonding. So I hope now you are thorough with the concept of dipole moment. Let's see more things about the dipole moment. Yes, we are talking about dipole moment again. So ഈ dipole moment ഞാൻ calculation ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. Calculation അതിൻ്റെ ആപ്ലിക്കേഷനിൽ percentage dipole moment കാണാമെന്ന് പറഞ്ഞു. Okay. So now if you consider this dipole moment, ഞാൻ HCl എന്നുള്ള ഒരു കോമ്പൗണ്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ HCl there is a movement of electrons from the hydrogen side to the chlorine side. ഓക്കെ, അതല്ലേ നമ്മൾ പാർഷ്യൽ നെഗറ്റീവ് ആൻഡ് പാർഷ്യൽ പോസിറ്റീവ് എന്ന് പറഞ്ഞ് കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ സോ ഈ HClന്റെ കേസിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ട്. ആ ചാർജ് സെപ്പറേഷൻ സോ എവിടുന്ന് ഏത് ഡയറക്ഷനിലേക്കാണോ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ലൈക്ക് ദിസ്. ദിസ് ഈസ് ഹൗ ഡൈപോൾ മൊമെന്റ് ഈസ് റെപ്രസെൻറ്റഡ്. ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ ഒന്നും പറയാൻ കഴിയില്ല, ഫോർ ദാറ്റ് യു നീഡ് ടു ഗോ ഫോർ ദി കാൽക്കുലേഷൻ. പക്ഷെ ഒരാൾ ഡൈപോൾ ആണോ അല്ലയോ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡാണ് ദിസ് വൺ. HH ബോണ്ടിന് ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? നോ, ബിക്കോസ് ഇറ്റ് ഈസ് നോൺ പോളാർ. ദിസ് ഈസ് പോളാർ. So when you consider polarity of bonds or dipole molecules, adinte direction indicate cheyyanam. Engane indicate cheya? You will have an arrow and there is a tail. Okay, just arrow mark mathram idarudhu. Chelappo nammal vicharikkum adu coordination bond aanu. No, you need a tail. So this is how the dipole is represented, with a arrow heading towards the negative portion and there is a tail represented here. Okay, and yes, this representation indicate dipole moment is a vector quantity. Okay, so dipole moment is a vector quantity. Vector quantity nu paranja it has got it's got both value quantity. It has got some quantity value as well as direction. ഓക്കെ, അപ്പോൾ ഡയറക്ഷന് വാല്യൂ ഉള്ളതാണ്. വാല്യൂ അല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ആൻഡ് നൗ ഐ എം ടോക്കിംഗ് അബൌട്ട് ദി ഡിറക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഇറ്റ്സ് ഹാവിങ് എ ഡിറക്ഷൻ, ഇലക്ട്രോൺസിൻ്റെ ഷിഫ്റ്റിൻ്റെ ഡിറക്ഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്തത്. ക്ലിയർ? സോ ദാറ്റ്സ് അബൌട്ട് ദി വെക്റ്റർ നേച്ചർ ഓഫ് ദി ഡൈപോൾ മൊമെന്റ്. ഓക്കെ, സപ്പോസ് ഇഫ് വി ആർ ഹാവിങ് മൾട്ടിപ്പിൾ ബോണ്ട്സ്. ഇപ്പം ഞാൻ കൺസിഡർ ചെയ്യുന്ന കോമ്പൗണ്ട് HCl, HF ഒക്കെ സിമ്പിൾ കോമ്പൗണ്ട്സ് ആണ്. When you compare the dipole moments of HF, HCl, HBr, HI, ഇതിൻ്റെ ഡൈപോൾ മൊമെന്റിന്റെ ഓർഡർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. Why? Because dipole moment calculated as Q into D. Okay, so Q charge separation കൂടുന്നതിനനുസരിച്ച് ഡൈപോൾ മൊമെന്റ് കൂടും. And what if you are considering a molecule which contains more than one bond? ഇപ്പം ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് നോക്കൂ, BCl3. ഓക്കെ, ഓർ BCl3ൻ്റെ സ്ട്രക്ചർ അറിയോ? BCl3യുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ദിസ് ഈസ് ദി സ്ട്രക്ചർ ഓഫ് BCl3. ഓക്കെ, അതായത് 120 ഡിഗ്രിയിൽ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കേസസ് വരുമ്പോൾ യു ഹാവ് 3 ബോണ്ട്സ്. ഓരോ ബോണ്ടിനും നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കാമല്ലോ. ഫോർ എക്സാമ്പിൾ യു കൺസിഡർ ദി ഫസ്റ്റ് ബോണ്ട്, ബോറോൺ ആൻഡ് ക്ലോറിൻ. ഐഡൻറ്റിഫൈ ദ ഇലക്ട്രോനെഗറ്റിവിറ്റി, ദ വൺ വിച്ച് ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. ഫോൺ കോൾ വെച്ച് നമ്മൾ പറഞ്ഞു ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. സോ ഇലക്ട്രോൺ വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ദി ഇലക്ട്രോനെഗറ്റീവ് ക്ലോറിൻ. എറോ മാർക്കും ടെയിലും കൊടുക്കണം. What about the other? This is how it is represented and this is how it is represented. അപ്പോൾ ഡിഫറെൻറ്റ് ബോൺസ്, ഐ മീൻ മൾട്ടിപ്പിൾ ബോൺസ് ഉള്ള കോമ്പൗണ്ട് തന്നാലും നമുക്കിങ്ങനെ എയറോ മാർക്ക്, അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ദി ഡൈപോൾ മൊമെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് ഓവറോൾ ഡൈപോൾ മൊമെൻറ്റ്? ബിക്കോസ് നൗ യു ഹാവ് എ വെക്റ്റർ, ദിസ് ഈസ് another vector and this is a third vector. ഡിഫറെൻറ്റ് വെക്ടേഴ്സ് വരുന്ന സമയത്ത് വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദി വെക്ടർ അഡീഷൻ അല്ലേ, പാരലലോഗ്രാം, ലോ ഓഫ് വെക്ടർ അഡീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വെനെവർ യു ഹാവ് 2 വെക്ടേഴ്സ് μ1 ആൻഡ് μ2, ഞാൻ μ1 എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് വെക്ടറിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. ദിസ് ഈസ് സെക്കൻഡ് വൺ. സോ വാട്ട് ഈസ് ദി ഓവറോൾ
dipole moment, then it is equal to square root of mu1 square plus mu2 square plus 2 mu1 mu2 cos theta, right? ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന വെക്റ്റർ അഡീഷൻ. സോ ഇതിൽ you need to consider theta value, അതിൻ്റെ separation നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. So dear children, this is the expression for the resultant vector. Okay, root of mu1 square plus. നിങ്ങൾ ഇത് പലപ്പോഴും ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക, റിസൾട്ടന്റ് വെക്ടർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta, അല്ലേ? ദാറ്റ് മേ ബി ദ ഇക്വേഷൻ യു ഹാവ് സ്റ്റഡീഡ്. ഞാനിവിടെ എ ബി വെക്ടേഴ്സിന് പകരം mu1 വെക്ടർ ആൻഡ് mu2 വെക്ടർ ആണ് കൺസിഡർ ചെയ്തത്. യു കൻ ഈവൻ പുട്ട് ക്യാപ്, അല്ലേ? വെക്ടർ ആണെന്നൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാം. ദാറ്റ്സ് ഓക്കെ. ആൻഡ് യെസ്, ദിസ് ഈസ് ദ ഇക്വേഷൻ. And it is decided by the theta value. Cos theta values in a decided on, and if this theta value is equal to 180 degree, then the resultant is minimum. Right? Then the resultant will be minimum. And similarly, if this theta is equal to 0 degree, then the resultant will be maximum. കാരണം cos theta എന്ന് പറയുന്നത് നമുക്കറിയാം, അല്ലേ? അതിൻ്റെ വാല്യൂസിൻ്റെ ബേസിൽ നമുക്കിത് ചെയ്യാം. സോ യെസ്, ആൻഡ് പ്രോബബ്ലി യു നോ ഡിയർ ചിൽഡ്രൻ, നമുക്കങ്ങനെ വാല്യൂസ് ഇതിൻ്റെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നില്ല. വി ജസ്റ്റ് നീഡ് ടു നോ വിച്ച് ഈസ് ഹാവിങ് ഹയർ ഡൈപോൾ മൊമെന്റ് ഓർ നോട്ട്. ഏതിനാണ് കൂടുതൽ വരിക, ഏതിനാണ് വരാത്തത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. Even without using this parallelogram law of vector addition, you are able to understand this. For example, I'll consider carbon dioxide. അതിൽ number 1 നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ അറിയണം, and how to draw this structure and understand the shape will be discussed in the coming sessions also. Carbon dioxide actually linear ആയിരുന്നു, okay? So അതിൻ്റെ ആംഗിൾ 180 ഡിഗ്രി ഒക്കെയാണ്. And ഈ കേസിൽ you know I need to indicate the individual dipole moments. അങ്ങനെ individual bond moments ഇൻഡിക്കേറ്റ് ചെയ്താൽ this is how it should be represented. Why? Oxygen is more electronegative, so that is how the arrow mark goes. And in the other case, this is how it is represented. അപ്പോൾ നമുക്ക് രണ്ട് ഡൈപോൾസ് വന്നിരിക്കുകയാണ്, അല്ലേ? രണ്ട് ഇൻഡിവിജ്വൽ ബോണ്ട് മോമെന്റ് അങ്ങനെ വിളിക്കാം നമുക്കിതിനെ. ഇത് ഓരോ ബോണ്ടിൻ്റെയും ഇൻഡിവിജ്വൽ ബോണ്ട് മൊമെന്റ് ഡൈപോൾ മൊമെന്റ് ആണ് പറഞ്ഞത്. ഓവറോൾ മോളിക്യൂളിൻ്റെത് നമ്മൾ പറയണം, റൈറ്റ്? So what is happening? രണ്ട് സൈഡിലുണ്ട് ഡിറക്ഷൻ നോക്കിയേ, you are getting opposite direction, so they cancels. അപ്പോൾ ഇങ്ങോട്ട് എത്രയാണോ വലിച്ചിരിക്കുന്നത് അതുപോലെ ആ സൈഡിലേക്ക് പോകുമ്പോൾ what happens? Dipole moment becomes 0. Simple. The idea is very simple. അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ചുറ്റും let's say I'm tying some rope here. ഞാനൊരു കയറെടുത്ത് ചുറ്റും കെട്ടിയിരിക്കുന്നു. And two person which are having identical strength, ഒരേ ശക്തിയിലെ രണ്ടാൾക്കാർ വന്ന് എൻ്റെ രണ്ട് സൈഡിൽ നിന്നും പിടിക്കുകയാണ്. So what is my net displacement? Am I moving this side or this side? No, I will be static. There is no motion. Why? Because രണ്ട് ആൾക്കാർ ഒരേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ വരികയാണ്, and there is no net displacement. So here also the individual bond moments are cancelled as they are directed just equal but opposite in direction. Okay, so that is the case. ഇങ്ങനെ ഡൈപോൾ മൊമെന്റ് 0 ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. I'll consider the BCl3, okay? BCl3 this was the shape. Indicate the bond moment towards the chlorine. നേരത്തെ പറഞ്ഞു നമ്മൾ chlorine is more electronegative. ഇതിലെ എല്ലാ ആംഗിളും 120 ഡിഗ്രി ആണ്, ഈക്വൽ ആണ്. And what will be the net dipole moment? So that's very very simple, that you can remember practically. So just assume, yes, again I'm tied with a rope. There are 3 portions, okay? അപ്പോൾ ഇതിൽ 2 portions, again you have 3%. മൂന്നും ക്ലോറിൻ ആണ്, they will have same strength. So 3 persons with identical strength is now will be, the direction will be to this side. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും വലിക്കുന്നു. So let's say this is how I am standing. അപ്പോൾ രണ്ട് ആൾക്കാർ എൻ്റെ രണ്ട് കൈ വലിക്കുമ്പോൾ what happens? Let's say I am standing here and one person, if it is holding me in that direction, I'll move to that direction, right? അതാണ് ഒറ്റ കേസിൽ നമ്മൾ പറയാം. രണ്ട് കേസ് വരുമ്പോൾ ഒരാൾ ഈ സൈഡിൽ നിന്നും മറ്റേ ആൾ ഈ സൈഡിൽ നിന്നും ചെയ്യുമ്പോൾ ഞാൻ രണ്ട് സൈഡിലല്ല, ഐ എം മൂവിങ് ഫ്രണ്ട്
and that's your parallelogram law of vector addition. Clear ആവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്കാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാൾക്കാർ രണ്ട് സൈഡിൽ നിന്ന് വലിക്കുമ്പോൾ നിങ്ങൾ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്, റൈറ്റ്? ബിക്കോസ് രണ്ടാൾക്കാർക്ക് ഒരേ സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത് മാറിക്കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് നൗ വാട്ട്, രണ്ടാൾക്കാർ രണ്ട് സൈഡിലുണ്ട്. വാട്ട് ഇഫ് എ തേർഡ് പേഴ്സൺ ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് മീ? അപ്പോൾ ബാക്കിൽ ഒരാൾ നിന്നിട്ട് അതുപോലെ ബാക്കിലേക്ക് വലിക്കുന്നു. സോ വാട്ട് ഹാപ്പൻസ്? വാട്ട് എവർ ദി എനർജി ദ ടു പീപ്പിൾ സ്റ്റാൻഡിങ് ഹിയർ ആൻഡ് ഹിയർ ആർ ഗിവിങ് ഓൺ മീ സോ ദാറ്റ് ഐ ഷുഡ് ഷിഫ്റ്റ് ഫോർവേഡ്. പക്ഷെ സെയിം ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ബാക്കിൽ നിന്ന് ഒരാൾ വലിക്കുമല്ലേ, ഞാൻ മുന്നിലേക്ക് പോവേണ്ടതാണ്, ബാക്കിൽ നിന്ന് അതുപോലെ ഒരാൾ സെയിം ഡിസ്റ്റൻസിൽ സെയിം ആംഗിളിൽ നിൽക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻസ്? nullify the effect and again I will remain static. എനിക്ക് ഷിഫ്റ്റ് ഇല്ല, മൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. സോ ആർ യു ഏബിൾ ടു ഫോളോ ദിസ്? ജസ്റ്റ് ടു നോ വെദർ ഓൾ ദി സ്ട്രക്ചേഴ്സ്, ഐ മീൻ ഓൾ ദി ആറ്റംസ് ആർ സെയിം ആണ്. അപ്പോൾ ക്ലോറിൻ എല്ലാം സെയിം ആണ്, ആംഗിൾ അതും സെയിം ആണ് അല്ലേ, മൂന്നും 120 ആണ്. അപ്പോൾ മൂന്നാൾക്കാരും ഈക്വൽ ആയിട്ട് മൂന്ന് സൈഡിൽ നിന്ന് വലിക്കുമ്പോഴും ദേ വിൽ ക്യാൻസൽ അപ്പ്. ഓക്കെ, so here also dipole moment of the entire molecule is 0. എങ്ങനെയാ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക? ഇത് നോക്കിയേ, വൺ സൈഡ് ക്ലോറിൻ ഉണ്ട്, ഇതാണ് അടുത്ത ക്ലോറിൻ, ഇത് മേലിലേക്ക് വേറൊരു ക്ലോറിൻ ഉണ്ട്. ഓക്കെ, എല്ലാവരും സെയിം ബോണ്ട് ആംഗിൾ ആണ്. പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? റിസൾട്ടൻ്റ്, ഈ രണ്ടെണ്ണത്തിൻ്റെ റിസൾട്ടൻ്റ് ടുവേർഡ്സ് ദി ഫ്രണ്ട് സൈഡ് ആണ്. അതുപോലെ ബാക്കിൽ നിന്ന് ഒരാൾ വന്നതുകൊണ്ടാണ് ക്യാൻസൽ ആയത്. സോ ഓൾവേസ് റിമെമ്പർ, വെൻ യു ഹാവ് സിമെട്രിക്കൽ സിസ്റ്റം, സിമെട്രിക്കൽ മോളിക്യൂൾ ആണെങ്കിൽ ഡൈപോൾ മൊമെന്റ് 0 ആണ്. ദിസ് ഈസ് സിമെട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. സോ ഫോർ എനി സിമെട്രിക്കൽ മോളിക്യൂൾ ദ ഡൈപോൾ മൊമെന്റ് ഈസ് 0. ഈ കേസിൽ കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. I will consider water. തേർഡ് കേസിൽ വാട്ടർ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് അറിയണം കേട്ടോ. ഷേപ്പ് ഇപ്പം നമുക്കറിയില്ല, വി വിൽ സ്റ്റഡി, ഡോണ്ട് വറി. ഓക്കെ, ഇതാണ് കേസ്. ബട്ട് യു നോ വൺ തിങ്, ഓക്സിജന് ശരിക്കും 16th ഗ്രൂപ്പാണ്. സോ ഓക്സിജന് 6 ഇലക്ട്രോൺസ് ഉണ്ട്, അതിൽ 2 ഇലക്ട്രോൺസ് ബോണ്ട് ചെയ്താലും ബാക്കി ദിസ് ഈസ് ദ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ അല്ലേ. ഇവിടെ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ ഉണ്ട്. സോ യു ആർ ഹാവിങ് ദിസ് വൺ. അപ്പോൾ ഇതിൽ ജസ്റ്റ് അനലൈസ് ചെയ്യാനുള്ളത് എന്ത് മാത്രമാണ്? വിൽ ദ ഡൈപോൾ മൊമെന്റ് ബി 0? രണ്ട് 0 ആയിരിക്കുമോ? അല്ല. കാരണം എന്താ? ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ദി ഡൈപോൾ ബോണ്ട് മൊമെന്റ് ടുവേർഡ്സ് ദി ഓക്സിജൻ, ബിക്കോസ് ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്താ? രണ്ടാൾക്കാർ രണ്ട് സൈഡിൽ നിന്ന് ദേ ആർ പുഷിങ് മീ. സോ വാട്ട് ഹാപ്പൻസ്? മൈ ഡിസ്പ്ലേസ്മെന്റ് ടു ദ ബാക്ക് സൈഡ് അല്ലേ, ബാക്ക്വേർഡ് ഡിറക്ഷനിലേക്ക് ഞാൻ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഒരാൾ ഈ സൈഡിലും മറ്റേ ഈ സൈഡിലും നിൽക്കുന്നു, ദേ ആർ പുഷിങ് മീ. സോ ഐ വിൽ മൂവ് ബാക്ക്വേർഡ്. കാരണം അത് ക്യാൻസൽ ചെയ്യുന്നില്ല, സിമെട്രിക്കൽ ആയിട്ടല്ല ഇതിനെ ചെയ്തിരിക്കുന്നത്. ദേ ആർ നോട്ട് ഗെറ്റിംഗ് ക്യാൻസൽഡ് ആൻഡ് ഹിയർ ദി ഡൈപോൾ മൊമെന്റ് ഈസ് നോട്ട് 0. ദാറ്റ് ഓൺലി വി വോണ്ട് ടു ടെൽ വെദർ ഇറ്റ് ഈസ് 0 ഓർ നോട്ട്. എക്സാക്ട് വാല്യൂ വേണ്ട, അത് വേണമെങ്കിൽ യു നീഡ് ടു നോ ദ തീറ്റ വാല്യൂ. തീറ്റ വാല്യൂ അറിഞ്ഞിട്ട് കോസ് തീറ്റ നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, so these are some of the examples. Dear children, you consider methane. Methane has got tetrahedral geometry. Tetrahedral geometry എന്ന് പറഞ്ഞാൽ the idea is very simple. Some person is standing here. കാർബൺ ഉണ്ട്, കാർബണിലേക്ക് there is a bond. Okay, അതാണ് ഞാനിവിടെ ഇൻഡിക്കേറ്റ് ചെയ്തത്. Then the next bond is to this side. Okay, the next bond is here. The third bond is this side and the fourth bond is back side. അതായത് ഒരു പിരമിഡ് കൺസിഡർ ചെയ്യും. പിരമിഡ്, ഒരു പിരമിഡ്, ദിസ് ഇസ് ദ പിരമിഡ്. ഓക്കെ, പിരമിഡ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് പിരമിഡ് വന്നിരിക്കുന്നത്? യു ആർ ഹാവിങ് എ ബോണ്ട് ടു ദിസ് സൈഡ് and there is another bond here and there is a third bond back side. അപ്പോൾ ഇത് മൂന്നും ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു പിരമിഡ് കിട്ടുന്നുണ്ട്, ഈജിപ്ഷ്യൻ പിരമിഡ്. ഓക്കെ, അപ്പോൾ ആ പിരമിഡ് അസ്യൂം ചെയ്യും, എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഒരാളെ കാണിക്കും. സോ ദി സെൻറ്റർ ഈസ് യുവർ കാർബൺ. ഓക്കെ, കാർബൺ സെൻറ്ററിലുണ്ട്, മേലെ ഒരു ഹൈഡ്രജൻ ആൻഡ് യു ഹാവ് ഹൈഡ്രജൻ
towards the viewer and there is a hydrogen back side and there is a hydrogen on the plane. Okay, appo this is actually symmetrical. Idu symmetrical aanu, ningalku ividunnu cut cheyumbol manasilavum idu actually symmetrical aanu. So in this case also idu symmetrical system aanu. How will you draw the direction of the individual bond? Hydrogen carbon is more electronegative, so towards the carbon should be the direction. Okay, so idu symmetrical aanu. So what happens? രണ്ട് അല്ലേ കാർബണിലേക്കാണ് വരുന്നത്. സോ കാർബണിൽ നിന്ന് വരുന്ന ആൾക്കാർ ഓപ്പോസിറ്റ് നിന്ന് ക്യാൻസൽ ആവുന്നു. ആൻഡ് ഫൈനലി ഓൾ ഓഫ് ദിസ് വിൽ ബി ക്യാൻസൽഡ്. ഇതെല്ലാം ക്യാൻസൽ ആവും. സോ വി വിൽ എക്സ്പ്ലെയിൻ ദിസ് വൺസ് വി സ്റ്റാർട്ട് ഡിസ്കസിങ് ദി ഷേപ്പ് ഓർ ജോമെട്രി ഓഫ് ദി മോളിക്യൂൾസ്. ഓക്കെ, ജോമെട്രി പറയുമ്പോൾ നമുക്കത് കൂടുതൽ ആയിട്ട് ഡൈപോൾ മൊമെൻറ്റ് ഡിസ്കസ് ചെയ്യാം. സോ ഹിയർ വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ഈസ് ദാറ്റ് ഹിയർ ദി ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് സിമെട്രിക്കൽ ആണ്, സെയിം സ്ട്രെങ്ത് ആണ്, എല്ലാവരും ക്യാൻസൽ ആവും. ഡിയർ ചിൽഡ്രൻ, നേരത്തെ ഞാൻ BCl3 പറഞ്ഞില്ലേ, അവിടെ ഡൈപോൾ മൊമെന്റ് 0 അല്ലേ? ഇഫ് ഐ എം കൺസിഡറിങ് BCl2 ആൻഡ് ദർ ഇസ് 1 ഫ്ലൂറിൻ, ഡൈപോൾ മൊമെന്റ് 0 ആവോ? നോ, ഈക്വൽ ആയിട്ടല്ലല്ലോ ഉള്ളത്. ഒരാൾ ഫ്ലൂറിൻ അല്ലേ, ഫ്ലൂറിന്റെ സ്ട്രെങ്ത് അല്ല ക്ലോറിന്. സോ ഹിയർ നള്ളിഫിക്കേഷൻ ഈസ് നോട്ട് പോസിബിൾ ആൻഡ് ദി ഡൈപോൾ മൊമെന്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ കൂടുതൽ ഡൈപോൾ മൊമെൻറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ യു നീഡ് ടു നോ ദി ഷേപ്സ് ഡിയർ. ഷേപ്പ് നമ്മൾ ഇനിയും പഠിച്ചിട്ടില്ല. സോ വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ദ കമ്മിങ് സെഷൻസ്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദി ഡൈപോൾ മൊമെൻറ്റ് കാൽക്കുലേഷൻ. അപ്പോൾ ഇത്രയും പറഞ്ഞിരിക്കുന്നതിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? ഡൈപോൾ മൊമെൻറ്റ് calculation and after that the vector addition of dipole moments. Okay, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ 0 ആണ് ഡൈപോൾ മൊമെൻറ്റ് അല്ലയോ എന്നുള്ള ജസ്റ്റ് ഒരു കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ കഴിയും. ആൻഡ് നൗ ലെറ്റ്സ് സീ മോർ ആപ്ലിക്കേഷൻസ് ഓഫ് ദിസ് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റിന് ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ദ വൺ ഈസ് ടു നോ പെർസെൻറ്റേജ് അയോണിക് ക്യാരക്ടർ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റൈറ്റ്? ദ സെക്കൻഡ് വൺ ഈസ് ടു നോ ഇഫ് ദി കോമ്പൗണ്ട് ഈസ് സിസ് ഓർ ട്രാൻസ്. Cis and trans identification. Dipole moment will help you to understand cis trans identification. What is cis and trans? I'll consider, you know, you have CH2 double bond CH2 ന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ. 2 കാർബൺ ഉണ്ട്, ഡബിൾ ബോണ്ട് ആണ്. സോ CH2 double bond CH2 is actually ethene. അല്ലേ, എത്ത് 2 കാർബൺ ആൻഡ് ദർ ഈസ് എ ഡബിൾ ബോണ്ട്. ഇതിനെ ശരിക്കും ഇലാബറേറ്റ് ചെയ്ത് വരച്ചാൽ ദിസ് ഈസ് ഹൗ യു ഷുഡ് ഡ്രോ ദി സ്ട്രക്ചർ. ഓക്കെ, ഇതിൽ വാട്ട് ഐ എം ഡൂയിങ് ഈസ് ദാറ്റ് ഐ വിൽ ചേഞ്ച് 2 ഹൈഡ്രജൻ ആൻഡ് ഐ എം പ്ലേസിങ് 2 ക്ലോറിൻ. അപ്പോൾ ഇതിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത്, ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന ആളിതാണ് CHCl ഡബിൾ ബോണ്ട് CHCl. അതായത് ഈഥീനിലുള്ള 2 സൈഡിലുള്ള കാർബണിൻ്റെ ഹൈഡ്രജൻസിനെ മാറ്റി ക്ലോറിനാക്കി. സോ CHCl ഡബിൾ ബോണ്ട് CHCl, C ഡബിൾ ബോണ്ട് C ഉണ്ട്, ദർ ഈസ് എ ഹൈഡ്രജൻ ആൻഡ് ദിസ് ഈസ് എ ക്ലോറിൻ. ദർ ഈസ് എ ഹൈഡ്രജൻ ആൻഡ് ദിസ് ഈസ് എ ക്ലോറിൻ. ഓർ യു ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ് ആസ് വെൽ. നോ, ക്ലോറിൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഈഥീനിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്ന ഡബിൾ ബോണ്ടഡിന് ചുറ്റും നമുക്ക് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഐദർ ദ 2 ക്ലോറിൻ ക്യാൻ ബി പുട്ട് ഇൻ ദ സെയിം സൈഡ് ഓർ ദി ക്ലോറിൻ ക്യാൻ ബി പുട്ട് ഇൻ ദി ഓപ്പോസിറ്റ് സൈഡ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ 2 പോസിബിലിറ്റി നമുക്ക് കിട്ടുകയാണ്. അങ്ങനെ വരുമ്പോൾ ദ നെയിംസ് ആർ, ദിസ് ഈസ് സിസ് ആൻഡ് ദിസ് ഈസ് ട്രാൻസ്. ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ, സിസ് എന്ന് പറഞ്ഞാൽ സെയിം സൈഡിൽ വരുന്നവരാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം അത്രയും മാത്രം അറിഞ്ഞാൽ മതി. ആൻഡ് യു കൺസിഡർ ദി ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഈ കേസിൽ ഓരോന്നിൻ്റെയും ഡൈപോൾ മൊമെൻറ്റ് നോക്കുമ്പോൾ ഹൈഡ്രജൻ ടുവേർഡ്സ് ദി കാർബൺ, ഈ കേസിൽ ടുവേർഡ്സ് ദി കാർബൺ. കാരണം എന്താ? ഹൈഡ്രജനിലും കാർബണിലും കാർബൺ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. Consider the next bond CCl, chlorine is more electronegative, right? And here also chlorine is more electronegative. ഇതാണ് നമ്മുടെ ബോണ്ടിൻ്റെ ഇൻഡിക്കേഷൻ.
അപ്പോൾ ഇത് ആക്ച്വലി എക്സാക്ട് ക്യാൻസൽ ആവുന്നൊന്നുമില്ല, കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ബട്ട് ഇഫ് യു കൺസിഡർ ഹിയർ, യു കൺസിഡർ CH ടുവേർഡ്സ് ദി കാർബൺ, അടുത്ത CHലും ടുവേർഡ്സ് ദി കാർബൺ ആണ്, ഇത് രണ്ടും ഓപ്പോസിറ്റ് ക്യാൻസലായി. സി ദ അത് ടുവേർഡ്സ് ദി ക്ലോറിൻ, ടുവേർഡ്സ് ദി ക്ലോറിൻ, രണ്ടും ക്യാൻസലായില്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സിസ് ട്രാൻസ് ആൾക്കാരുടെ ഐഡൻറ്റിഫിക്കേഷൻ മനസ്സിലാവുന്നു. സോ സിസിൻ്റെ കേസിൽ ദ ഡൈപോൾ മൊമെൻറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0, ബട്ട് ഫോർ ട്രാൻസ് ദ ഡൈപോൾ മൊമെൻറ്റ് ഇവിടെ 0 ആയി. അപ്പോൾ എപ്പോഴൊക്കെ ഡൈപോൾ മൊമെൻറ്റ് കൂടുന്നുണ്ടോ ആ സമയത്ത് അവർ സിസും അല്ലെങ്കിൽ അത് ട്രാൻസും ആണ്. ദ നെക്സ്റ്റ് വൺ ക്യാൻ ബി ഫോർ ടു ഡിസ്റ്റിങ്വിഷ്, ദ തേർഡ് വൺ ക്യാൻ ബി ടു ഡിസ്റ്റിങ്വിഷ് ഓർത്തോ, പാരാ ആൻഡ് മെറ്റാ ഫോംസ്. അതായത് ഉദ്ദേശിച്ചത് ഓറിയന്റേഷൻ ഇൻ ബെൻസീൻ റിംഗ്. ഓക്കെ, ഓറിയന്റേഷൻ ഇൻ ബെൻസീൻ റിംഗ്. So for that you need to know ortho, para, meta. നമുക്കത് അറിയില്ല. I'll just give you an introduction. ഡീറ്റെയിൽസ് നമ്മൾ ഓർഗാനിക്കലി പഠിക്കുന്നുള്ളൂ. ബെൻസീൻ റിംഗ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് ഹിയർ ക്ലോറോ ബെൻസീൻ, ക്ലോറിൻ വന്നിരിക്കുന്ന ബെൻസീൻ ആണ്. അപ്പം ഞാൻ ഇനി കൺസിഡർ ചെയ്യുന്നത് ഇതാണ്. ഓക്കെ, സോ വാട്ട് ഈസ് എ മോളിക്കുലർ ഫോർമുല? മോളിക്കുലർ ഫോർമുല ഞാൻ എടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് C6H4Cl2. 2 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ 1 ക്ലോറിൻ ഹിയർ ആൻഡ് ദി അതർ ക്ലോറിൻ ഹിയർ. നെക്സ്റ്റ് പോസിബിലിറ്റി 1 ക്ലോറിൻ ഹിയർ ആൻഡ് ദി അതർ ക്ലോറിൻ ഹിയർ. അടുത്ത പോസിബിലിറ്റി ഈ ക്ലോറിനും ഇതും, ബട്ട് അത് ആക്ച്വലി നമ്മൾ സെക്കൻഡ് വരച്ചതിന് സിമിലർ ആണ്. അല്ലെങ്കിൽ ദിസ് ക്ലോറിൻ ആൻഡ് ഹിയർ, അത് ഫസ്റ്റ് വരച്ചതിന് സിമിലർ ആണ്. ഡിയർ ചിൽഡ്രൻ, ഇങ്ങനെ നമ്മൾ ഒരു ക്ലോറിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, 1 സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഫിക്സ് ചെയ്തു. അതിൻ്റെ അഡ്ജസൻറ്റ് പൊസിഷനെയാണ് നമ്മൾ ഓർത്തോ എന്ന് വിളിക്കുന്നത്. ഓർത്തോ ഞാൻ അടുത്തുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഓർത്തോ ടു ദിസ് പൊസിഷൻ. ഓക്കെ, അത് സെക്കൻഡ് കാർബൺ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നിയറസ്റ്റ് അല്ല, നെക്സ്റ്റ് നിയറസ്റ്റിലാണ് ക്ലോറിൻ ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ മെറ്റാ പൊസിഷൻ എന്ന് പറയും. ഓക്കെ, and this is para position. para എന്ന് പറഞ്ഞാൽ para നമുക്കറിയാം ഓപ്പോസിറ്റ് ആണ്. So there are actually three forms in a benzene when you have 2 substituents. Okay, ഒരാളല്ല ഒന്നിലധികം ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യാം. ഇവർ രണ്ടുപേരും അടുത്തടുത്താണോ, രണ്ടുപേരും ഇങ്ങനെയാണോ, ഓപ്പോസിറ്റ് ആണോ. അപ്പോൾ നമുക്ക് ഓർത്തോ, മെറ്റാ, പാരാ ഫോംസ് കിട്ടി. ഇതിൽ you need to consider the dipole moment. Dear children, can you predict in which compound the dipole moment is 0? ഏത് കോമ്പൗണ്ടിലായിരിക്കും dipole moment 0 ആവുന്നത്? It's understood from the other parallel അല്ലേ, ഓപ്പോസിറ്റ് ഉള്ളതാണ്. നമുക്കറിയാം കാർബണും ക്ലോറിനും ആണ് ടുവേർഡ്സ് ദിസ് വൺ ആൻഡ് ടുവേർഡ്സ് ക്ലോറിൻ. അപ്പോൾ ഇവിടെ എന്തായി? ക്യാൻസലായി, dipole moment 0 ആയി. അപ്പോൾ dipole moment 0 ആവാനുള്ള കാരണം എന്താണ്? തീറ്റ. ആംഗിൾ നോക്കിയേ, 2 ക്ലോറിൻ്റെ ആംഗിൾ എത്രയാ? വാട്ട് ഈസ് ദി ആംഗിൾ ഹിയർ? 180 അല്ലേ, ഓപ്പോസിറ്റ് ആയിരിക്കുന്നത് 180. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ആംഗിൾ കൂടുമ്പോൾ റിസൾട്ടൻ്റ് മിനിമം ആകുന്നു, ആംഗിൾ കുറയുമ്പോൾ റിസൾട്ടൻ്റ് മാക്സിമം ആകും. റൈറ്റ്? ആൻഡ് ഹിയർ ഇഫ് യു കൺസിഡർ ദി ആംഗിൾ ഹിയർ, ഇവിടെ ആംഗിൾ കുറവാണ്. ഫോർ ദിസ് ക്ലോറിൻ ആൻഡ് ദിസ് ക്ലോറിൻ ആംഗിൾ കൂടുതലാണ്, അത് 120 ഒക്കെ വരും. And here the angle between these two dipoles are small. Theta കുറയുമ്പോൾ റിസൾട്ടൻ്റ് കൂടും. So I will consider mu1, mu2 and mu3. What is the order of these dipole moments? mu1 will be greater than mu2 than mu3. അതായത് ഓർത്തോയിൽ വരുന്നതിനാണ് കൂടുതൽ ഡൈപോൾ മൊമെൻറ്റ്. Why? Theta is less. അപ്പോൾ കോസ് തീറ്റ വാല്യൂ കൂടും, ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കൂടുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? സോ ദാറ്റ് ഈസ് ദ കേസ് ദാറ്റ് വി ഷുഡ് കൺസിഡർ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ഫോംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും നടക്കും. ഡിയർ ചിൽഡ്രൻ, ദർ ആർ ഈവൻ പ്ലൻറ്റി ഓഫ് ആപ്ലിക്കേഷൻസ്. പക്ഷെ തൽക്കാലം നമുക്ക് ഇത്രയും ആപ്ലിക്കേഷൻസിൽ നമുക്കിത് നിർത്താം.
This is about the bond dipole moment. അപ്പോൾ dipole momentൽ ഒന്ന് definition അറിയണം. It is the product of charge and distance of separation. Unit അറിയണം. It is dBi. അതിൻ്റെ റിലേഷൻ അറിയണം. 1 dBi is equal to 3.33 into 10 raised to minus 30 coulomb meter. And then അതിൻ്റെ കാൽക്കുലേഷൻ. അത് കഴിഞ്ഞ് ഇത് വെക്ടർ ആണ്, ഡയറക്ഷൻ ഉണ്ട്, ഡയറക്ഷൻ കാണിക്കണം. കുറേ ബോൺസ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡയറക്ഷൻ കാണിക്കണം. ആൻഡ് ബേസ്ഡ് ഓൺ ദി തീറ്റ യു ആർ ഏബിൾ ടു സീ ദി ഡൈപോൾ മൊമെൻറ്റ് വാല്യൂ. തീറ്റ കൂടുമ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ കുറയും അല്ലേ, തീറ്റ കുറയുമ്പോൾ ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ കൂടും. സോ ബേസ്ഡ് ഓൺ ദിസ് യു ക്യാൻ കമ്പയർ ദി ഡൈപോൾ മൊമെൻറ്റ്സ്. So that's the idea. Now let's see a new term relating to this system, which is called polarization. Okay, so polarity of bonds ആണ് ഞാൻ ഇവിടെ സ്റ്റഡി ചെയ്തത് കോവാലന്റ് ബോൺസ് ആയിരുന്നു. അങ്ങനെ കോവാലന്റ് ബോൺസ് സ്റ്റഡി ചെയ്തപ്പോഴാണ് പൊളാരിറ്റി ഓഫ് ബോണ്ട് അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ഇനി ഞാൻ സ്റ്റഡി ചെയ്യുന്നത് അയോണിക് കോമ്പൗണ്ട് ആണ്. അയോണിക് കോമ്പൗണ്ടിലാണ് പോളറൈസേഷൻ എന്നുള്ളത് ഒരു ഫാക്ടർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഐ നീഡ് ടു ടേക്ക് അയോണിക് കോമ്പൗണ്ട്. സോ ലെറ്റ്സ് ടേക്ക് an ionic compound lithium chloride. Lithium chloride or ionic compound ആണ്, but again it's not 100% ionic. All ionic compounds are not 100% ionic. There will be some covalent character also. Okay, dipole moment എന്താ പറഞ്ഞത്? All covalent compounds are not 100% ionic if they are formed by different atoms. There is ionic character as well. So here we are considering an ionic molecule. Okay, or ionic system നമ്മൾ എടുക്കുന്നു. Lithium chloride. How they are existing? You have Li plus and Cl minus. Li plus വളരെ ചെറുതാണ്. ഓക്കെ, Cl minus സൈസ് കുറച്ചുകൂടി വലുതാണ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ സൈസ് കൂടുതൽ. ഓക്കെ, സോ ദിസ് ഈസ് ദ കേസ് ലിഥിയം ക്ലോറൈഡ്. അപ്പോൾ ഇവർ രണ്ടുപേരും അടുത്തടുത്ത് വന്ന് നിൽക്കും. റൈറ്റ്. So dear children, you see lithium is having a positive charge. Lithium positive charge ഉണ്ട്. And chlorine is having excess of electron. Chlorine ആണെങ്കിൽ ഇഷ്ടം പോലെ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ. അപ്പോൾ ലിഥിയം പോസിറ്റീവ് ചാർജ് ആണ്. ഓൾവേസ് പോസിറ്റീവ് ചാർജിന് ഇലക്ട്രോൺസിനോട് ഒരു അട്രാക്ഷൻ ഉണ്ട്, റൈറ്റ്? പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ഷൻ. So what happens? Even though lithium and chlorine are attracted by the complete transfer of electrons from lithium to chlorine, the positive charge thus arised on the lithium will have further attraction on the electron cloud of the anion. കാറ്റയോണിൻ്റെ പോസിറ്റീവ് ചാർജിന് ആനയോണിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആനയോണിൻ്റെ നെഗറ്റീവ് ഇലക്ട്രോൺ ക്ലൗഡിനോട് ഒരു അട്രാക്ഷൻ. സോ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. വാട്ട് ഹാപ്പൻസ്? ഇവിടെയുള്ള ഇലക്ട്രോൺ ക്ലൗഡ്സ് ഇറ്റ് സ്റ്റാർട്ട്സ് ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടു ലിഥിയം. സോ നേരത്തെ സിമെട്രിക്കലായിട്ട് സ്ഫെറിക്കലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഇലക്ട്രോൺ ഇപ്പം അങ്ങനെയല്ല. ദർ ഈസ് എ ഷിഫ്റ്റ്. ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ കഴിയും. ക്ലിയർ? സോ ഇങ്ങനെ ഒരു ഷിഫ്റ്റ്. സോ വാട്ട് ഈസ് എ ഷേപ്പ്? ഇറ്റ്സ് ആക്ച്വലി ദിസ് ഈസ് ഹൗ ഇറ്റ്സ് ഒബ്സർവ്ഡ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ഷിഫ്റ്റ് ഇൻ ഇലക്ട്രോൺ ക്ലൗഡ് of anion towards the cation is observed. മനസ്സിലാവുന്നുണ്ടോ? What is our observation? Shift of electron cloud of anion by the cation. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഈ ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോളറൈസേഷൻ എന്ന് പറയാം. So what is polarization? Polarization is the shifting of electron clouds of anion by the cation in an ionic compound. അല്ലേ? അയോണിക് കോമ്പൗണ്ട്സിലല്ലേ കാറ്റയോൺസും ആനയോൺസ് ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നു. ഇവിടെ കാറ്റയോണാണ് ആനയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ വലിക്കുന്നത്. The ability, it is the ability of cation. കാറ്റയോണിൻ്റെ എബിലിറ്റിയാണ്. എന്തിനുള്ള എബിലിറ്റി? ടു ഡ്രാഗ് ദ ഇലക്ട്രോൺ.
ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് പറയാം, ഇലക്ട്രോണിൻ്റെ കൂട്ടം, ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് ആനയോൺ. അപ്പോൾ പോളറൈസേഷൻ എന്ത് പറയാം? ഇറ്റ് ഈസ് ദി ഡ്രാഗിങ് ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് ആനയോൺ ബൈ ദി കാറ്റയോൺ. കാറ്റയോൺ ആണ് വലിക്കുന്നത്. അങ്ങനെ കാറ്റയോണിനെ വലിക്കാനുള്ള എബിലിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ. ക്ലിയർ ആവുന്നുണ്ടോ? വലിക്കാനുള്ള എബിലിറ്റി, അതിനെ പവർ എന്ന് വിളിക്കാം. സോ കാറ്റയോണിന്റെ പവറിന്റെ പേരെന്താ? പോളറൈസിങ് പവർ. പോളറൈസ് ചെയ്യുക. പോളറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോളറൈസേഷന്റെ മീനിങ് ഡിസ്റ്റോഷൻ എന്നാണ്. ഡിസ്റ്റോഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം, ഒരു ചേഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സിമെട്രിക്കലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതിന് അൺസിമെട്രിക്കലാക്കി കളഞ്ഞില്ലേ കാറ്റയോൺ അട്രാക്ട് ചെയ്തപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഡിസ്റ്റോഷൻ, ഒരു മാറ്റം നടത്തുന്നതിനെയാണ് പോളറൈസേഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ മുടി പൊങ്ങി നിൽക്കുന്നില്ല. സോ വി ക്യാൻ സേ ദിസ് ഇസ് പോളറൈസ്ഡ്. സോ നോർമൽ അവസ്ഥയിൽ നിന്നുള്ള ഒരു ഡീവിയേഷനെ നമുക്ക് പോളറൈസേഷൻ എന്ന് വിളിക്കാം. വാട്ട് ഈസ് ദി പോളറൈസേഷൻ? ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് ഓഫ് ആനയോൺ ബൈ ദി കാറ്റയോൺ. കാറ്റയോൺ ഈ വലിക്കുന്നതിനെ നമ്മൾ പറയുന്നത് കാറ്റയോണിൻ്റെ എബിലിറ്റി എന്നാണ്. ആൻഡ് ദ മോർ സയൻറ്റിഫിക് ടേം ഈസ് ഗിവൺ ആസ് പോളറൈസിങ് പവർ ഓഫ് ദി കാറ്റയോൺ. കാറ്റയോൺ ആണ് വലിക്കുക. ആനയോൺ അങ്ങനെ അങ്ങ് നിന്ന് കൊടുക്കുകയല്ലേ, right? Because anion has nothing to do. So the electron cloud of anion is taken by the cation, or it is getting shifted towards the cation. Anion cannot do anything. Anionine ഒന്നും ചെയ്യാൻ കഴിയില്ല, ന്യൂക്ലിയസിന് അതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ആനിയോണിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, the easiness with which an anion undergoes polarization. പോളറൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ആനയോൺ നിന്ന് കൊടുക്കുന്നതിനെ നമ്മൾ പോളറൈസിബിലിറ്റി ഓഫ് ആനയോൺ എന്ന് വിളിക്കുന്നു. പോളറൈസിബിലിറ്റി ഓഫ് ആനയോൺ. കാറ്റയോണിന് പവറാണ്, വലിക്കാനുള്ള പവർ. ആനയോണ് നിന്ന് കൊടുക്കുക. ഓക്കെ, അത് മാത്രമാണ് ആനയോണ് ചെയ്യാൻ പറ്റുന്നത്. ആനയോണ് തിരിച്ചു വലിക്കാൻ കഴിയില്ല, ബിക്കോസ് ആനയോൺ നെഗറ്റീവ് ചാർജ് ആണ്. കാറ്റയോണിനാണ് പോസിറ്റീവ് ചാർജ്, അതിനാണ് കൂടുതൽ പവർ ഉള്ളത്. ഓക്കെ, സോ how will you define polarizability of anion? It is the easiness with which anion undergoes polarization. മനസ്സിലാവുന്നുണ്ടോ? പോളറൈസേഷൻ എത്ര ഈസി ആയിട്ട് നടത്താൻ പറ്റുന്നു, ആ ആനയോണിൻ്റെ കോൺട്രിബ്യൂഷനെയാണ് പോളറൈസബിലിറ്റി എന്ന് പറയാം. ക്ലിയർ? So the polarizing power of cation always drag the electron cloud of anion. Okay, so this is the definition of the polarization. Polarization the definition aanu nammal ipo parnirikkunnathu. You know, there are so many factors which depend on, which decides the extent of polarization. Polarization the extent ine decide cheyyunna ഒരുപാട് factors ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. We have so many factors to discuss again. So this is about the today's class. We'll see more about in the next session. So read your NCERT, and yes, we'll see in the next session. Thank you.